അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചെല്ലതായ ഒരു സംഭവം. മഹാൻ ചെല്ലറ് ನಾನು ಪರಿಶುದ್ಧമായ റബീഉൽ അവൽ ಬಂದೆಂಗಿ ഫക്കീരിങ്ങളായ പാവപ്പെട്ട മനുഷ്യന്മാരെ ഔത്തുക വിളിച്ചിട്ട് ഒരു മൗലിദര മജ്ലിസ് ആക്കറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെല്ലற മജ്ലിസ് സംഘടിപ്പിക്കറെ. അങ്ങനെ സാധാരണ സംഘടിപ്പിക്കും പോലെ ഇങ്ങനെ സംഘടിപ്പിച്ചപ്പ ഇതിൽ രണ്ട് അയൽവാസിയായ നിരക്കരയിൽപ്പെട്ട ഒരു ദിമിയായ കാഫിറായ മനുഷ്യൻ. ആ മനുഷ്യ എന്നിട്ട് കേട്ട ഇത് എന്തിങ്ങനെ സംഘടിപ്പിക്കരേ, ഇത്ര തിങ്കളുകളിൽ നിങ്ങൾ ആക്കില്ലല്ലേ, ഈ തിങ്കളിൽ എന്തുകാക്കരേ? അപ്പം ഞാൻ ആ മനുഷ്യരുടെ ചെന്ന് ഈ തിങ്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച റബീഉൽ അവൽ തിങ്കൾ എത്തിക്കട, ആ കാരണ നിമിത്ത എത്തിക്കട ഞാൻ ഇങ്ങനത്തെ സത്കർമ്മ ചെയ്തോണ്ടുള്ളൂ. അപ്പം ആ മനുഷ്യ ഈ ബഹുമാനപ്പെട്ട അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവരെ ആക്ഷേപിക്കരുത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു സൈദ് തങ്ങൾക്ക് ഭയങ്കര ബേജാറാവും. അങ്ങനെ അണ്ടത്തെ ജാവുകു ഫലമ്മ നിംതു അണ്ടത്തെ ജാവു ഇറങ്ങിയപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കിനാവുలు ಬಂದು മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേക്കട, യാ അലി ഇബ്നു സൈദ്, നിങ്ങൾ എന്തേ ബേജാറിലുള്ളോ? ആ സമയത്ത് നടന്നതായ ആ റിമിയായ കാഫിറുടെ വിഷയ അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ ചൊല്ലರು. ആ സമയത്ത് മുത്തുനബി തങ്ങൾ ചൊല്ലರು, ലാ തഹ്സൻ, നീ ബേജാറാവണ്ട, നാളേക്ക് നിന്റെ മുട്ട ಬಂತು ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആ മനുഷ്യ കടന്നു പണ്ട്. ഇത് കേട്ടപ്പ ನಾನು ഭയങ്കര അത്ഭുതമായ അണ്ടത്തെ ജാവ് ഒരിക്കേ വന്നിട്ടില്ല. ഉടനെ എണിച്ച എപ്പ ഈ സംഭവം നടക്കറി, എപ്പ ഈ മനുഷ്യൻ എൻ്റെ മുട്ടത്തേക്ക് ಬಂಡೆ ಅಂತ ನಾನು ಕಾತು ನಿಂಟೋಂಟಿಲ್ಲ. ಬಾಯಿಲ್ ಮುಟ್ಟಿ ಚೊಲ್ರು, ನನ್ನ ಹೃದಯത്തിൽ പ്രകാശം ಬಂತೆತ್ತಿರು, നിങ്ങൾ ഔത്തര ಬಾಯಿಲ್ തുറക്കൂ. ನಾನು ಬಾಯಿಲ್ തുറന്നപ്പ ദിമ്മിയായ കാഫിറായ മനുഷ്യൻ ഇത്തിക്കട. ആ മനുഷ്യ ചൊല്ലു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലറ്. മാ ശഅനുക്, ഇങ്ങനെ ചൊല്ലുള്ള കാരണം എന്തൊരു സംഭവം എന്ന് കേട്ടപ്പ ആ മനുഷ്യ ചൊല്ലു, ഐത്തുൽ ലൈലത, ഇന്നലെ ജാവു നാ ഒരു സംഭവം കണ്ടേ, നാ ഒരു കിനാവ് കണ്ടേ. അതിലൂടെ നല്ല പ്രക്ഷോഭിതമായ മുഖമുള്ളതായ ഒരു മനുഷ്യനാണ് കണ്ടേ. അയാൾ നടക്കുമ്പോൾ ഭയങ്കര സുഗന്ധം സ്മെല്ല് ഉണ്ട്. അയാൾ പൽക്ക് പറയുമ്പോൾ വല്ലാത്ത ഒരു അട്രാക്റ്റ് ആയിട്ട് കട. അയാളുടെ മൗന പോലും ഭയങ്കര ഹൈബത്ത് ഒക്കാറുള്ളതായിട്ട് കട. അതിനൊക്കെ അട്രാക്റ്റ് ആയിട്ട് നിങ്ങൾ ആറ് എന്ന് കേട്ടപ്പ അയാൾ ചൊല്ലു, അനല്ലദീ ഉർസിൽതു റഹ്മത്തുൽ ആലമീൻ, ನಾನು ಈ ದುನಿಯಾವಿಗೂ ರಹಮತ್ತಾയിട്ട് ಬಂದ ಅಂತ್ಯ ಪ್ರವಾಚಕನೈತಿಕರು. അത് കേട്ടപ്പോ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പരിശുദ്ധമായ ഇസ്ലാം ദീനിലേക്ക് കടന്ന. എന്ന് മാത്രമല്ല, എനിക്ക് സ്വർഗത്തെ കൊട്ടാരങ്ങളും സ്വർഗങ്ങളും കാട്ടിത്ത് ഇത് നിക്കുള്ളത് ചൊന്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ನನ್ನ ಜಾವುಲ್ ಕಿನಾವುಲು ಚೊಂತು. ಇದು ನಾನು ಕೇಟ ಇದಕ್ಕೆ ಅಲಾಮತ್ ಅಂದ್ರೆ ಅಡೆಯಾಳ ಅಂದ್ರೆ ನಕ್ಕೆ ಸ್ವರ್ಗ ಗಿಟ್ರು, ಸ್ವರ್ಗത്തിലുള്ള കൊട്ടാരങ്ങൾ ಗಿಟ್ರು എന്ന് ചൊല്ലു. അടയാളം എന്ന് കേട്ടപ്പ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലറ്, നാളെ നിങ്ങൾ മരിക്കറാറ്, ಇದರ ಅಡೆಯಾಳಂ ನಾಳೆಗೆ ನಿಂಗಳ ಮೌತೈತಿ ಕಡ. ಆ ಕಾರಣ ನಿಮಿತ್ತ ಈ ಸಮಯത്തിൽ നിങ്ങളെ കാണുക ಬಂದೆ ബഹുമാനപ്പെട്ട അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മുട്ട ആ ദിമ്മിയായ കാഫിർ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ കണ്ടത്, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കണ്ടതായ സംഭവം ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു സൈദ് റഹ്മത്തുള്ളാഹി അലൈഹി മൗലിദാഘോഷം നടത്തിയപ്പ അതിക്ക് ഒരാൾ ആക്ഷേപിച്ചപ്പ ആ ആക്ഷേപിച്ച ആളിലെ കിനാവുൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് ചൊല്ലിയ അലി ഇബ്നു സൈദ് തങ്ങളെ കിനാവുൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ആ അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവരെ സമാധാനിപ്പിക്കരുത് എന്ന് മാത്രമല്ല ആ ആക്ഷേപിച്ച മനുഷ്യൻ പോലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വണ്ട്.